ദസ്തയേവ്സ്കിയുടെ ജീവിതം വെച്ചൊരു നോവൽ എഴുതിയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലെന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നുന്നത്. ആ എഴുത്ത് വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. മരണസദൃശ്യമാണ് എന്നൊക്കെ പറയാൻ തോന്നുന്ന ഒന്ന്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്, തോരാതെ പെയ്യുന്ന ഒരു പെരുമഴയിൽ എൻ്റെ മനസ്സിലെ പച്ചക്കാടുകൾ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഈ പത്രക്കാരും ടി വിക്കാരും ഒക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ആ എഴുത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അത് എഴുതി പൂർത്തിയായി. അതൊരു നോവൽ എഴുതുന്നുള്ള മട്ടിലാണ്. പക്ഷേ ആ അജ്ഞാതനായ ഗുരുനാഥൻ്റെ അനുഗ്രഹം പോലെ ഈ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഇതിന് വായനക്കാരുണ്ടാകുമോ എന്നായിരുന്നു എൻ്റെ സംശയം. അഭയം, അഷ്ടപതി പോലെയുള്ള നോവലുകൾ എഴുതി മലയാളത്തിൽ ഏറ്റവും വിൽപ്പനയുള്ള നോവലുകളുടെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലൊരു അംഗീകാരവും പ്രസിദ്ധിയും കിട്ടിയിരുന്നു. പക്ഷേ ഈ നോവലിന് വായനക്കാരുണ്ടാകുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു സങ്കീർത്തനം പോലെ പുറത്തിറങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതിൻ്റെ പ്രചാരം. വായനക്കാർ അതിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഇപ്പോഴത്തെ അനുഭവം, വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നൊരു കാലത്ത് നിന്ന് ഈ നോവൽ വായനയെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയാവുന്നൊരവസ്ഥ അതിനുണ്ടാക്കി. വളരെ എളിമയോടുകൂടിയാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ഇന്നും അത് ഇപ്പോൾ എത്ര വർഷമായിട്ടും ഏറ്റവും പുതിയൊരു നോവൽ പോലെ അത് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 61ാം പതിപ്പിൽ അത് എത്തിയിരിക്കുന്നു. എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹീതമായ ഒരു അനുഭവം എന്നാണ് അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അപ്പോൾ ആരോ ഒരാൾ നിങ്ങളെ എവിടെയോ കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമായിട്ട്. അല്ലെങ്കിൽ വഴി അടഞ്ഞു എന്ന് തോന്നുന്നിടത്ത് ഈ വളവ് കടന്ന് അപ്പുറത്തേക്ക് പോകൂ, അപ്പുറത്ത് പ്രകാശം നിറഞ്ഞ ഒരു പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നൊക്കെ ഓർമ്മിപ്പിക്കും. അതുവരെ എത്തുമ്പോൾ നമുക്ക് മടുത്തു, ജീവിതം തീരാൻ പോവുകയാണ്, നമ്മൾ മരണത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നതെന്ന് തോന്നും. പക്ഷെ അപ്പുറത്ത്, ആ വളവിനപ്പുറത്ത് ജീവിതമുണ്ട്, അതിൻ്റെ പ്രകാശങ്ങളുണ്ട്, സന്തോഷമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. സാറിപ്പോൾ 2 അനുഭവങ്ങൾ പറഞ്ഞു. ശരിക്കും ഒരു നോവൽ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കാവ്യാത്മക ഭംഗിയോടുകൂടി അവതരിപ്പിച്ചു എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, എന്തായിരിക്കും ഇത്തരം അനുഭവങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നിയോഗം പോലെ? നമുക്ക് എന്ത് പിന്നിൽ ഒരു കാരണം നമ്മൾ അന്വേഷിക്കുമല്ലോ, എന്തായിരിക്കാം എന്നാണ് സാറിൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം? ഏതൊരാളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പൊരുൾ എന്തെന്നറിയാതെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ, ഒരുപക്ഷെ ഒരു അയഥാർത്ഥമായൊരു അനുഭവം, വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒന്ന്, അങ്ങനെ ചില രഹസ്യങ്ങൾ ഉണ്ട് മനുഷ്യന്, ജീവിതത്തിന്. അതിൻ്റെ ഒന്നും രഹസ്യങ്ങൾ അന്വേഷിച്ച് പോകാതിരിക്കുകയാണ് നല്ലത്. അതാണ് ജീവിതത്തിൻ്റെ ഭംഗി. ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെ ചേർന്നിട്ടാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. എല്ലാം ഇതിൻ്റെ ഓരോ പോളയും പൊളിച്ച് ഇതെന്താണ് അങ്ങേ അറ്റത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്ന് അവിടെ ആയിരിക്കും ചിലപ്പോൾ ഒരു ചോദ്യം നമ്മളെ കാത്തു നിൽക്കുന്നത്. ചില രഹസ്യങ്ങൾ, ചില നിഗൂഢതകൾ മനുഷ്യനും പ്രപഞ്ചത്തിനും കാലത്തിനും ഉണ്ട് എന്ന് ഓർമ്മിക്കുകയാണ് ഏറ്റവും നല്ല അനുഭവം. നിലനിന്നോട് അതിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇതെപ്പോഴും എപ്പോഴെങ്കിലും ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ വയ്യ, ഉണ്ടാകും. കാരണം അയാൾ തനിച്ചല്ല, ഒരാൾ ഏകാഗിയാണെന്ന് തോന്നുമ്പോൾ പോലും അയാൾ തനിച്ചല്ല. അപ്പോൾ ഞാൻ ഏകാഗിയാണെന്ന് തോന്നുമ്പോഴും ഞാൻ തനിച്ചല്ല, ആരൊക്കെയോ എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ അപ്പോഴും ഉണ്ട് താനും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിർവചിക്കാനാവാത്ത, വ്യാഖ്യാനിക്കാനാവാത്ത, അവ്യാഖ്യേയം എന്നൊക്കെ പറയാൻ കഴിയുന്ന ചില അനുഭവങ്ങളാണ്. അതുണ്ടാവണം. അതെന്താന്ന്, അതിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് പോകരുത് എന്നാണ്. അത് രഹസ്യങ്ങളായി നിൽക്കട്ടെ എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ ഭംഗി എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യ ജീവിതത്തെ ഇങ്ങനെ ചില രഹസ്യങ്ങൾ ചൂഴ്ന്ന് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ പിന്നെ ഈ കണ്ടതിനപ്പുറത്ത് എന്ത് ചോദിച്ചാൽ പിന്നെ അന്വേഷിച്ച് പോകേണ്ടതില്ല. വേറെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടില്ല. ഇങ്ങനെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓർക്കാതെ, പ്രതീക്ഷിക്കാതെ, തീർത്തും യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ചിലത് സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കി തീർക്കുന്നത് അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ യാത്ര തുടങ്ങിയത് ഇത്തരം അനുഭവങ്ങളുടെ ഒരു ശേഖരവും ഈ വിളക്കുകാലുകളായി അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു പോയ അത്തരം എന്തായാലും സാറുമൊത്തുള്ള കുറേ നിമിഷങ്ങൾ, വളരെ പ്രൗഢഗംഭീരമായ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചതിന് പ്രത്യേകം നന്ദി.
തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതത്തിൻ്റെ സർഗാത്മകതയുടെ എല്ലാ സ്ഥലത്തും എല്ലാ തരത്തിലുമുള്ള ആശംസകൾ ഞാൻ നേരുന്നു. ഒപ്പം പ്രേക്ഷകരോട് ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ നോവൽ പോലെ തന്നെ വളരെയധികം നമ്മളെ വികാരഭരിതരാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ ഇന്ന് നമ്മുടെയുമായി പങ്കുവച്ചു. ഇനിയും ജീവിതത്തിലുടനീളം ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ശേഖരവുമായി നടത്തുന്ന ഈ യാത്രയിൽ മറ്റൊരു അതിഥിയുമായി ജീവിതത്തിൽ വിളക്കുകാലായി എവിടെ നിന്നോ വന്നെത്തിയ ഏതോ ഒരു നിഗൂഢ ശക്തിയെക്കുറിച്ചുള്ള അന്വേഷണവുമായി മറ്റൊരു അതിഥിയുമായി അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ.